BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഡയലോഗ് ഫോറം സ്മരണിക ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു. മുസ്ലിം കൗൺസിൽ ഓഫ് എൽഡേഴ്സ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് അബ്ദുൽ സലാം ആണ് മാർപ്പാപ്പയ്ക്ക് സ്മരണിക സമ്മാനിച്ചത്. മനുഷ്യ സഹവർത്തിത്വത്തിനായി കിഴക്കും പടിഞ്ഞാറും എന്ന പ്രമേയത്തിൽ രാജാവ് ഹിസ് മജസ്റ്റി ഹമ്മദ് ബിൻ ഈസൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ 2022 നവംബറിൽ നടന്ന ഫോറത്തിന്റെ സ്മരണികയാണ് സമ്മാനിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബഹ്റൈൻ സന്ദർശന വേളയിൽ നടന്ന ഫോറത്തിൽ അൽ അസ്ഹറിലെ ഗ്രാൻഡ് ഇമാമും മുസ്ലിം കൗൺസിൽ ഓഫ് എൽഡേഴ്സ് ചെയർമാനും ഡോക്ടർ അഹമ്മദ് അൽ തയ്യിബും 79 രാജ്യങ്ങളിൽ നിന്നുള്ള 30-ലധികം പ്രഭാഷകരും മതപ്രതിനിധികളും സംബന്ധിച്ചിരുന്നു. ബഹ്റൈനിലെ പ്രവാസി മലയാളികളായ അമ്മമാർക്കും അവരുടെ 5 വയസ്സ് മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുമായി ബഹ്റൈൻ കേരളീയ സമാജം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വൗ മോം എന്ന വിനോദാധിഷ്ഠിത കലാവൈജ്ഞാനിക മത്സരം സംഘടിപ്പിക്കുന്നതായി സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. മത്സരങ്ങൾ ജനുവരി 9 ആരംഭിച്ച 31 ഗ്രാൻഡ് ഫിനാലയോടെ സമാപിക്കും. കുട്ടിയുടെ മാനസികാരോഗ്യത്തിനും സ്വഭാവ രൂപീകരണത്തിലും അമ്മമാർ വഹിക്കുന്ന അതുല്യമായ പങ്കിനെ ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ സമഗ്രമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് വൗ മോം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സമാജം വനിതാവേദി പ്രസിഡന്റ് മോഹിനി തോമസും സെക്രട്ടറി ജയ രവികുമാറും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടാലന്റ് റൗണ്ട്, ഇന്ത്യൻ സിനിമയിൽ നിന്നുള്ള നൃത്തങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നതിനുള്ള സിനിമാറ്റിക് ഡാൻസ് റൗണ്ട്, മത്സരാർത്ഥിയുടെ കുടുംബാംഗങ്ങൾക്കും പങ്കാളിത്തം ലഭിക്കുന്ന ഫാമിലി ചിത്രീകരണ റൗണ്ട്, മുൻകൂട്ടി നൽകുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സംഭാഷണ റൗണ്ട്, ഫാഷൻ ഷോ, ചോദ്യോത്തര റൗണ്ട് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ റൗണ്ടുകൾ അടങ്ങിയതാണ് മത്സരം. പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ മികച്ച അമ്മയെയും 2-3 സ്ഥാനക്കാരെയും നിർണ്ണയിക്കുന്നതിനൊപ്പം പ്രേക്ഷക വോട്ടെടുപ്പിലൂടെ മികച്ച ജനപ്രിയ അമ്മയെയും തെരഞ്ഞെടുക്കുമെന്നും മത്സരാർത്ഥികൾ കർട്ടൻ റൈസർ പ്രോഗ്രാമിന് മുൻപായി സ്വയം ആമുഖത്തോടെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സമർപ്പിക്കണമെന്നും സംഘാടകർ വ്യക്തമാക്കി. മത്സരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 32052047 എന്ന നമ്പറിലോ 39115221 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ബഹ്റൈൻ്റെ 53ാമത് ദേശീയ ദിനം ടീം ലക്ഷ്യ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ചു. ലക്ഷ്യ കുടുംബാംഗങ്ങൾ ഗുദൈബയിലുള്ള ആന്തലൂസ് ഗാർഡനിൽ ഒത്തുകൂടി. അവിടെ നിന്ന് ഹൂറ, ഗുദൈബിയ എന്നീ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച നിയമപാലകരെ റോസാപ്പൂക്കൾ നൽകി ആദരിക്കുകയും ആശംസകൾ കൈമാറുകയും ചെയ്തു. 24 മണിക്കൂറും കർമ്മനിരതരായിട്ടുള്ള നിയമപാലകരെ ആദരിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും ലക്ഷ്യ കുടുംബാംഗങ്ങൾ അറിയിച്ചു. ബഹ്റൈനിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് നെറ്റ്വർക്കിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടിയായ വിസ്മയ സന്ധ്യയുടെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. സഗിയ BMC ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്താണ് പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചത്. പ്രോഗ്രാം കമ്മിറ്റി രക്ഷാധികാരി ഫ്രാൻസിസ് കൈതാരത്ത്, ചെയർമാൻ ഡോക്ടർ PV ചെറിയാൻ, ജനറൽ കൺവീനർ അൻവർ നിലമ്പൂർ, ഇവന്റ് കോർഡിനേറ്റർ മണിക്കുട്ടൻ, ഷോ ഡയറക്ടർ മനോജ് മയ്യന്നൂർ, വൈസ് ചെയർമാൻമാർ മോനി ഉടിക്കണ്ടത്തിൽ, EV രാജീവൻ, അബ്ദുൽ സലാം, സയ്യിദ് ഹനീഫ്, സ്പോൺസർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ സലാം മമ്പാട്ടുമൂല എന്നിവരാണ് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ. സംഘടനാ രക്ഷാധികാരി ഷക്കീല മുഹമ്മദ് അലി, പ്രസിഡന്റ് ഹലീമ വിവി, സെക്രട്ടറിമാരായ അച്ചു, ജോയിന്റ് സെക്രട്ടറി ഷംല നസീർ തുടങ്ങിയവർ സിസ്റ്റേഴ്സ് നെറ്റ്വർക്കിന്റെ ഭാരവാഹികളും ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ജനുവരി 9 വ്യാഴാഴ്ച വൈകിട്ട് 7:30 മുതൽ ഇന്ത്യൻ ക്ലബ്ബിലാണ് വിസ്മയ സന്ധ്യ അരങ്ങേറുക. നെഞ്ചിനുള്ളിൽ നീയാണെന്ന പാട്ടിലൂടെ ശ്രദ്ധേയനായ ഗായകൻ താജുദ്ദീൻ വടകര, ഗായിക സോണി മോഹൻ, പ്രശസ്ത മലയാള ചലച്ചിത്ര താരം തസ്നി ഖാൻ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ ഡാൻസ് കോമഡി ഷോയാണ് വിസ്മയ സന്ധ്യയുടെ പ്രധാന ആകർഷണം. മലയാള ചലച്ചിത്ര സീരിയൽ മേഖലയിൽ നിന്നുള്ള 10ഓളം കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കും. ബഹ്റൈൻ്റെ 53ാമത് ദേശീയ ദിനവും ഹിസ് മജസ്റ്റി കിങ് ഹമ്മദ് ബിൻ ഈസൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ബഹ്റൈൻ മലയാളി ഫോറം പുതുതായി തെരഞ്ഞെടുത്ത കമ്മിറ്റി ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറൻറ്റിൽ വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സന്തോഷ സൂചകമായി മുഖ്യാതിഥികളായ പ്രശസ്ത നാടക സിനിമാ പ്രവർത്തകൻ പ്രകാശ് വടകരയും ജയ മേനോനും ചേർന്ന് അംഗങ്ങളുടെയും ക്ഷണിക്കപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ കേക്ക് കട്ട് ചെയ്ത് ആശംസാ സന്ദേശം കൈമാറി. സെക്രട്ടറി ജയേഷ് താനിക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് അജി ബി ജോയ് അധ്യക്ഷത വഹിച്ചു. ബഹ്റൈൻ മലയാളി ഫോറം ഉപദേശക സമിതി ചെയർമാൻ EV രാജീവൻ, ബഹ്റൈൻ ഭരണാധികാരികൾ സ്വദേശികളെയും വിദേശികളെയും അടക്കം മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തിനായി ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ
എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ജേക്കബ് തേക്കുംതോട്, രഞ്ജിത്ത് കുരുവിള, അൻവർ നിലമ്പൂർ, ഗോപാലേട്ടൻ, മൻഷീർ, തോമസ് ഫിലിപ്പ്, മനോജ് പീലിക്കോട്, അബ്ദുൾ സലാം, ദീപക് തടൽ, ശിവാംബിക, റെജീന ഇസ്മയിൽ, അമ്പിളി ഇബ്രാഹിം, മായ അച്ചു, ബാലു പയ്യന്നൂർ, പ്രേംപിള്ള, തൻഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ സുധീഷ് മാവേലിക്കര നന്ദി പറഞ്ഞു. ചടങ്ങിന് ശേഷം കലാപരിപാടികളും അരങ്ങേറി. ബഹ്റിന്റെ 53-ാം ദേശീയ ദിനവും രാജാവിന്റെ സ്ഥാനാരോഹണത്തിന്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് കായംകുളം പ്രവാസി കൂട്ടായ്മ കലവറ റെസ്റ്റോറന്റിൽ വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചു. സെക്രട്ടറി ജയേഷ് താനിക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് അനിൽ ഐസക് അധ്യക്ഷത വഹിച്ചു. ബഹ്റിൻ ഭരണാധികാരികൾ സ്വദേശികളെയും വിദേശികളെയും അടക്കം മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തിനായി ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ജേക്കബ് തോക്കുംതോട് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അരുണാർ പിള്ള, അഷ്കർ, അനൂപ് ശ്രീരാഗ്, ശംഭു രാജേഷ്, വിനോദ് ഓച്ചിറ, മുബാഷ്, ആദർശ്, ഷൈജു തുടങ്ങിയവർ ആശംസകൾ ചേർന്ന് സംസാരിച്ചു. ട്രഷറർ തോമസ് ഫിലിപ്പ് നന്ദി പറഞ്ഞു. ചടങ്ങിന് ശേഷം കലാപരിപാടികളും അരങ്ങേറി. കൊല്ലം പ്രവാസി അസോസിയേഷൻ 53-ാം ബഹ്റിൻ ദേശീയ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. റിഫ മെഡിക്കൽ സെന്ററിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പാക്ട് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സാമൂഹിക പ്രവർത്തക നൈന മുഹമ്മദ് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷനായിരുന്ന ചടങ്ങിന് ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതവും ട്രഷറർ മനോജ് ജമാൽ നന്ദിയും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ്, സെക്രട്ടറി അനിൽകുമാർ, ഡോക്ടർ റെനീഷ് വർഗീസ്, മുൻ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളായ ജഗത് കൃഷ്ണകുമാർ, കിഷോർ കുമാർ, സന്തോഷ് കാവനാട് എന്നിവർ ആശംസകൾ അറിയിച്ചു. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമുദ് ടൗൺ ഏരിയയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും റിഫ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും വിജയകരമായി സംഘടിപ്പിക്കുകയും കലാ സാഹിത്യ വിഭാഗം സൃഷ്ടിയുടെ നേതൃത്വത്തിൽ രചനാ മത്സരം നടക്കുന്നതും അടുത്തയാഴ്ച സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള രക്തദാന ക്യാമ്പ് നടക്കാൻ പോകുന്ന കാര്യവും ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ സെൻട്രൽ ഡിസ്ട്രിക്ട് ഏരിയ ഭാരവാഹികളും പ്രവാസി യൂണിറ്റ് മറ്റ് അംഗങ്ങളും പങ്കെടുത്തു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചു. ക്രിസ്മസ് പ്രമാണിച്ച് 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 27 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. ആന എഴുന്നള്ളിപ്പിനെ സംബന്ധിച്ച കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ. നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകി. മൃഗസംരക്ഷണം ആചാരങ്ങളെ ബാധിക്കരുതെന്നും പറഞ്ഞ സുപ്രീം കോടതി ചട്ടങ്ങൾ പാലിച്ച് തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളത്ത് നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ആന പരിപാലന ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നും അപ്രായോഗികമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ജനങ്ങളുടെ സുരക്ഷ പ്രധാനമെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിന് അപകട സാധ്യതയുണ്ടെന്നറിഞ്ഞാണ് ആളുകൾ ഉത്സവത്തിന് വരുന്നതെന്നും എന്ത് സംഭവിച്ചാലും ദേവസ്വമാണ് ഉത്തരവാദികളെന്നും സുപ്രീം കോടതി പറഞ്ഞു. തൃശൂരിലെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. ശബരിമലയിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക്. ആന്ധ്ര, കർണാടക, തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ തീർത്ഥാടകരും കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത്. പരീക്ഷാകാലമായതിനാൽ മലയാളി തീർത്ഥാടകരുടെ എണ്ണം കുറവാണ്. ഇന്നലെ 80,000 പേരാണ് ദർശനം നടത്തിയത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനോടനുബന്ധിച്ച് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ഭക്തർക്ക് സുഖദർശനത്തിന് പര്യാപ്തമാണെന്നും സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയ സൗകര്യങ്ങൾ അഭിനന്ദനാർഹമാണെന്നും തമിഴ്നാട് മന്ത്രി പറഞ്ഞിരുന്നു. തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് മന്ത്രി PK ശേഖർ ബാബുവാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അഭിനന്ദിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റിനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.